എഴുത്ത് ജെയ്നി ടിജു. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്മാറാൻ ഒരുക്കമല്ല റോയിച്ച. എന്നെ നിർബന്ധിക്കണ്ട. എന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. നിന്റെ ഇഷ്ടം പോലെ ചെയ്. പക്ഷേ ഇനിയും എന്റെ പിന്തുണ നീ പ്രതീക്ഷിക്കണ്ട. ആ കിട്ടുന്ന പണത്തിൽ നിന്ന് 1 രൂപ ഈ വീട്ടിൽ കയറ്റാനും പാടില്ല. ഇച്ചായന്റെ ശബ്ദവും ഉയർന്നിരുന്നു. എനിക്കാകെ നിരാശ തോന്നി. എന്റെ റോയിച്ചായൻ, അദ്ദേഹത്തിന് പോലും എന്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ ഇത്രയും എത്തിയിട്ട് ഇനി പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല. ഈ കാലം മുഴുവൻ ഞാൻ വേദനിച്ചതിനും കരഞ്ഞതിനും എനിക്ക് പകരം ചോദിച്ചേ മതിയാവൂ. അതിന് ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞാൻ? എനിക്ക് 7 വയസ്സുള്ളപ്പോഴായിരുന്നു പപ്പയും അമ്മയും ഒരു അപകടത്തിൽ മരിക്കുന്നത്. അനിയന് 4. പപ്പയ്ക്ക് ഒരു കടയുണ്ടായിരുന്നു, കുറച്ച് സ്ഥലവും, പിന്നൊരു കൊച്ചു വീടും. അന്നൊക്കെ എന്തൊരു സന്തോഷമായിരുന്നെന്നോ. അവർ മരിച്ചതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഞങ്ങളെ ആരേറ്റെടുക്കും എന്നായി ചർച്ച. പപ്പയ്ക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ ഒരു ചേട്ടനും അനിയത്തിയും. കുറേ കടങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കട വിറ്റ് ചാച്ചൻ കടം വീട്ടി. അനിയനെ ആൺമക്കളില്ലാത്ത ചാച്ചൻ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. കട വിറ്റതിൽ ചാച്ചൻ കുറേ പറ്റിച്ചെടുത്തെന്നും അപ്പോൾ ചാച്ചൻ തന്നെയാണ് ഞങ്ങളെ നോക്കേണ്ടതെന്നും കുഞ്ഞുമ്മ. 2 പേരെ, അതും ഒരു പെങ്കൊച്ചിനെ വളർത്തിയെടുക്കുന്നത് ബാധ്യതയാണെന്ന് ചാച്ചൻ. തർക്കത്തിനൊടുവിൽ എന്നെ മഠത്തിൽ നിർത്താൻ തീരുമാനമായി. ഇതിലുടക്ക് വെച്ചാൽ പണി കുഞ്ഞുമ്മയ്ക്ക് കിട്ടുമെന്ന് തോന്നിയതുകൊണ്ട് എന്തോ കുഞ്ഞമ്മയും അതിനോട് യോജിച്ചു. ഒരു പെൺകുട്ടി ഏറ്റവും നല്ലവളായി വളരാൻ പറ്റിയ സ്ഥലം മഠമാണത്രേ. അങ്ങനെ ഞങ്ങൾ 2 പേരും 2 വഴിക്കായി. ഓർഫനേജ് എന്നാണ് പേരെങ്കിലും സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇടയ്ക്കിടെ ചാച്ചൻ അവനെയും കൊണ്ട് എന്നെ കാണാൻ വരുമായിരുന്നു. വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവരും. ചിലപ്പോൾ ഓരോ കുഞ്ഞുടുപ്പും. വല്ലപ്പോഴും കുഞ്ഞമ്മയും ഇതുപോലെ വരും. അവരുടെ വരവിനായി കാത്തിരുന്ന ഞായറാഴ്ചകൾ. പിന്നീടങ്ങോട്ട് വരവുകൾ കുറഞ്ഞു തുടങ്ങി. ഓരോ തവണയും വന്നു പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചുള്ള എൻ്റെ കരച്ചിൽ സഹിക്കാതെയാണ് അവർ വരാത്തതെന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സ് എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാത്രം നേരിട്ട നീതി നിഷേധത്തിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. ആദ്യമൊക്കെ എന്നെ കണ്ടപ്പോൾ കരഞ്ഞിരുന്ന അനിയൻ പിന്നീട് അതിനോട് പൊരുത്തപ്പെട്ടു. അവിടെ അവനൊരു ചേച്ചിയും അനിയത്തിയും ഉണ്ടല്ലോ. അവനെയും കുറ്റം പറയാൻ കഴിയില്ല. അവനെ അവർ നന്നായി തന്നെയാണ് നോക്കുന്നതും. അവധിക്ക് വേണമെങ്കിൽ കുട്ടികളെ സ്വന്തം വീടുകളിൽ കൊണ്ടുപോകാം എന്നൊരു നിയമമുണ്ടായിരുന്നു. ആദ്യ വർഷത്തെ അവധിക്ക് ചാച്ചൻ വന്ന് എന്നെ കൊണ്ടുപോയി. മതിമറന്ന് ആഘോഷിച്ച കുറച്ച് ദിവസങ്ങൾ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അമ്മായി വഴക്കു തുടങ്ങി എന്നെ കൊണ്ടുവിടാൻ. കുറേ നാൾ നിന്നാൽ പിന്നെ ഞാൻ പോവില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ, നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇടപെട്ടാൽ പിന്നെ ഞാൻ അവരുടെ തലയിലാകുമെന്ന്. എത്ര കരഞ്ഞിട്ടും അവിടെ ജോലിക്കാരിയായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടും അവരെന്നെ മഠത്തിൽ തിരിച്ചു കൊണ്ടുചെന്നാക്കി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 8 വയസ്സുകാരി എന്ത് ജോലി ചെയ്യാൻ? പിന്നീടുള്ള അവധിക്കാലങ്ങൾ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിൽ എനിക്ക് ഒരു അപരിചിതത്വവും ഒറ്റപ്പെടലും ഫീൽ ചെയ്തു തുടങ്ങിയിരുന്നു. എൻ്റെ കൂടപ്പിറപ്പ് എന്നേക്കാൾ അധികം അവരെ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. അതവൻ്റെ കുറ്റമായിരുന്നില്ലെങ്കിലും ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ പിരിഞ്ഞ സ്വന്തം ചേച്ചിയേക്കാൾ അവൻ കൂടെ വളർന്ന സഹോദരിമാരെ സ്നേഹിക്കുന്നതിൽ തെറ്റു പറയാനാവില്ലല്ലോ. പിന്നീട് ഞാനങ്ങോട്ട് പോകാതെയായി. അവധിക്കാലങ്ങളിൽ മഠത്തിൽ ജോലികളുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളെ പരിചരിക്കാനും അവിടെ ഞാൻ സന്തോഷവതിയായിരുന്നു. അല്ലെങ്കിൽ അവിടുത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ഒതുങ്ങാൻ ഞാൻ ശീലിച്ചു. പഠിക്കാൻ മോശമല്ലാതിരുന്ന എന്നെ +2 ശേഷം സിസ്റ്റേഴ്സ് TTCക്ക് ചേർത്തു. പഠനത്തിന് ശേഷം പള്ളിവക സ്കൂളിൽ ഒരു ജോലിയും കിട്ടി. ഇതിനിടയിൽ ചാച്ചൻ്റെ മൂത്ത മകളുടെ വിവാഹം. എന്നേക്കാൾ 2 വയസ്സിന് ഇളയതായിരുന്നു അവൾ. അത്യാവശ്യം ആർഭാടപൂർവമായ വിവാഹം. വിളിച്ചു ചെന്ന എന്നെ ഏതൊരു ബന്ധുവിനെയും പോലെ ഞാൻ ആ വിവാഹത്തിൽ പങ്കുകൊണ്ടു. അവിടെ എൻ്റെ കൂടപ്പിറപ്പ് സഹോദരിയുടെ വിവാഹത്തിൽ ഉത്തരവാദിത്തമുള്ളൊരു സഹോദരനെ പോലെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ എനിക്ക് റോയിച്ചായൻ്റെ ആലോചന വന്നു.
മഠത്തിലെ ഒരു സിസ്റ്ററുടെ സഹോദരന്റെ മകനായിരുന്നു റോയിച്ചൻ. ടൗണിൽ ഒരു തുണിക്കട നടത്തുന്നു. അമ്മ ചെറുപ്പത്തിലേ മരിച്ചതാണ്. അപ്പച്ചനും റോയിച്ചനും മാത്രമായിരുന്നു വീട്ടിൽ. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ മാത്രം മതിയെന്ന് പറഞ്ഞായിരുന്നു വിവാഹം. എന്റെ കഴുത്തിൽ കെട്ടാനുള്ള മിന്നും മാലയും റോയിച്ചൻ തന്നെ വാങ്ങി. മൂത്ത മോളുടെ കല്യാണം നടത്തിയതിന്റെ കടബാധ്യതയുടെ പേര് പറഞ്ഞ് ചാച്ചനൊന്നും തന്നില്ല. കുഞ്ഞമ്മ പഴയ 2 വളയും ഒരു കമ്മലും തന്നു. വിവാഹമോതിരം എന്റെ അനിയന്റെ വകയായിരുന്നു. അപ്പോഴേക്കും അവൻ മെഡിക്കൽ റെപ്പായി ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. പള്ളിയിൽ വെച്ച് മിന്നുകെട്ട്, ലളിതമായ ചടങ്ങുകൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം. ഓർഫനേജിലെ കുഞ്ഞനീജന്മാർക്കും അനിയത്തിമാർക്കും ഒരു നേരത്തെ ഭക്ഷണം, അത്രമാത്രം. അപ്പോഴും എല്ലാവരും പറഞ്ഞു, അവിടെ ഒരു വീടും 50 സെന്റ് സ്ഥലവും ഉണ്ടല്ലോ, അതിൽ പകുതി അവളുടേതല്ലേ എന്ന്. റോയിച്ചായൻ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല താനും. സന്തോഷകരമായിരുന്നു ഞങ്ങളുടെ ജീവിതം. ജീവിതം അർത്ഥപൂർണമാക്കിക്കൊണ്ട് ഒരു മോളുമുണ്ടായി. അനിയൻ ഇടയ്ക്കൊക്കെ വന്നുപോയി. എങ്കിലും അത്രയ്ക്ക് അടുപ്പമൊന്നും ഉണ്ടായില്ല. അതിനിടയിൽ ചാച്ചന്റെ ഇളയ മോൾക്ക് വിവാഹാലോചന തുടങ്ങി. അതിനുവേണ്ടി ഞങ്ങളുടെ സ്ഥലം പണയം വെക്കണമെന്നും ഞാൻ അതിൽ ഒപ്പിട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ചാച്ചനും അനിയനും കൂടെ വന്നു. ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന് ഞാനും. പറഞ്ഞ തുക കൊടുത്ത സമയത്ത് വിവാഹം നടന്നില്ലെങ്കിൽ അത് അവൻ അഭിമാനക്ഷതമാകുമെന്ന്. എന്റെ വിവാഹത്തിനിങ്ങനെ ഒരു ഓപ്ഷൻ ആരും പറഞ്ഞു കേട്ടില്ല. എന്തൊക്കെയോ പറഞ്ഞ് ഞാനും അവരും തമ്മിലിടഞ്ഞു. എനിക്ക് സ്വന്തം ബന്ധങ്ങളുടെ വില അറിയില്ലാത്രേ. ശരിയാണ്, എനിക്കറിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ ഞാൻ അറിഞ്ഞിട്ടില്ലാത്തത്? ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതെന്നെ പഠിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട. ഇക്കാര്യം പറഞ്ഞിനി ആരും വരികയും വേണ്ട. ഞാൻ അറുത്തു മുറിച്ചു പറഞ്ഞു. അതോടെ ഞാൻ മോശക്കാരിയായി. അവനെ പറഞ്ഞു പറഞ്ഞു വെറുപ്പിച്ചു. അവൻ എന്നോട് മിണ്ടാതെയായി. സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടായിട്ടും ഈ വീട് പണയം വെക്കാൻ ചാച്ചൻ ആവശ്യപ്പെടുന്നത് ഇവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലെന്ന് എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലായില്ല. തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവൻ കാണിക്കട്ടെ, ഞാനെന്തിനു കാണിക്കണം? ഞാൻ തിന്നിട്ടില്ലല്ലോ. ഓർഫനേജിൽ ഞാൻ കരഞ്ഞു തീർത്ത ദിവസങ്ങളുടെ പക അല്ലെങ്കിൽ പ്രതിഷേധം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അങ്ങനെ ഞാൻ അവരോട് മിക്കവാറും അകന്നു എന്ന് തന്നെ പറയാം. ഈ കാര്യങ്ങളിലൊന്നും റോയിച്ചാൻ അഭിപ്രായം പറഞ്ഞിരുന്നില്ല. അതിനിടയിൽ അവൻ എങ്ങനെയൊക്കെയോ കടം മേടിച്ച് കല്യാണം നടത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ ബൈക്ക് അപകടത്തിൽ പെട്ടുവെന്നും സീരിയസ് ആണെന്നും പറഞ്ഞ് ഫോൺ വന്നു. പിണക്കം മറന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. തലയ്ക്ക് കാര്യമായ ക്ഷതമുള്ളതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നും ഡോക്ടർ പറഞ്ഞെങ്കിലും എത്ര പണം മുടക്കേണ്ടി വന്നാലും അവനെ രക്ഷിച്ചെടുക്കണം എന്നായിരുന്നു എൻ്റെ ആവശ്യം. ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു എങ്കിലും. തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്തുവെങ്കിലും അവന് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനോ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. രാത്രിയും പകലുമില്ലാതെ ഞാൻ അവനോടൊപ്പം നിന്നു. എത്ര ശ്രമിച്ചിട്ടും വെറുക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ഞങ്ങൾക്കിടയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അന്നായിരുന്നു. അവനെ ചേച്ചിയെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതിന് ഇടയ്ക്കിടെ ഒഴുകുന്ന കണ്ണുനീർ മാത്രമായിരുന്നു തെളിവ്. ഇതിനിടയിൽ ചാച്ചനും മക്കളും വന്നും പോയുമിരുന്നു. ഞങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ദൈവം അവനെ തിരിച്ചു വിളിച്ചു. അവന്റെ മൃതദേഹത്തിനരികിലിരിക്കുമ്പോൾ ചാച്ചന്റെ മക്കൾ അലമുറയിട്ട് കരയുമ്പോഴും എനിക്കെന്തോ നിർവികാരതയായിരുന്നു. അത്ര അടുപ്പം പുലർത്തിയിരുന്നില്ല എങ്കിലും എനിക്കൊരു കൂടപ്പിറപ്പുണ്ടായിരുന്നൊരു വിശ്വാസം അതെന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു എന്ന് അവന്റെ മരണത്തോടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ലോകത്തിൽ അവനുമായുള്ള ബന്ധം അവസാനിച്ചു എന്ന തിരിച്ചറിവ് എന്നിലൊരു ശൂന്യത നിറച്ചു. അവൻ ഇൻഷുറൻസായി നല്ലൊരു തുക കിട്ടാനുണ്ടായിരുന്നു. അതവർ എടുത്തോട്ടെ എന്ന് വെച്ചു. നോമിനി ചാച്ചനായിരുന്നു താനും. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം അവർ അവന്റെ വിരലടയാളം പതിപ്പിച്ചൊരു മുദ്രപത്രവുമായി വന്നു. അവന്റെ ഭാഗം അവൻ ചാച്ചന്റെ മക്കളുടെ പേരിൽ എഴുതി വച്ചിട്ടുണ്ടത്രേ. അത് കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് വന്നത്. ഞാനതിനെ ശക്തിയുക്തം എതിർത്തു. ഈ മുദ്രപത്രം വ്യാജമാണെന്നും അവൻ വയ്യാതെ കിടന്നപ്പോൾ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു വഴക്കായി, കേസായി. ബന്ധുക്കൾ മിക്കവരും അവരുടെ ഭാഗം ചേർന്നു. അവനെ വളർത്തിയത് അവരല്ലേ, അപ്പോ അവന്റെ സ്വത്തിന് അവർക്ക് അവകാശമുണ്ടെന്ന് ചിലർ. അല്ലെങ്കിലും അവന് കൂടപ്പിറപ്പായിരുന്നത് നിന്നേക്കാൾ ആ കുട്ടികളായിരുന്നില്ലേ? അവൻ യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുക എന്നും. പക്ഷെ ഞങ്ങളുടെ പപ്പയുടെ സ്വത്ത്, അത് ഞങ്ങൾക്ക് 2 പേർക്കും തുല്യ അവകാശമുള്ളതാണ്. അതിലൊരാൾ ഇല്ലാതായാൽ അയാൾ വിവാഹിതനല്ലാത്ത പക്ഷം അവകാശി ഞാൻ തന്നെയാണെന്ന് ചിലർ. കേസും വഴക്കും മുറുകിയപ്പോഴാണ്
അതുവരെ സ്ട്രോങ് ആയി ഒന്നും പറയാതിരുന്ന റോയിച്ചായൻ ഇടപെട്ടു തുടങ്ങിയത്. നാട്ടുകാർ പലതും പറയുന്നുണ്ട് പോലും. നാണക്കേടായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്ന്. ബിൻസി, ഈ കേസും തേങ്ങയും ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം. ഇനി അതിന്റെ പേരും പറഞ്ഞ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല. പലവട്ടം ഞാൻ പറഞ്ഞു ഇതൊന്നും നമുക്ക് വേണ്ടെന്ന്. ആരാണെന്ന് വെച്ചാ എടുത്തോട്ടെ. പറ്റില്ല ചായ. അവനെ അവർ പിഴിയുകയല്ലായിരുന്നോ ഇതുവരെ? പണ്ടെന്റെ അപ്പന്റെ പണവും ഇങ്ങേര് കുറെ പറ്റിച്ചെടുത്തതാ. ആ മഠത്തിൽ അനാഥ പിള്ളേരുടെ കൂടെയാ ഞാൻ ജീവിച്ചത്. എല്ലാ രാത്രിയും കരഞ്ഞു കരഞ്ഞു തന്നെയാ ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. എനിക്ക് അവരെ സ്നേഹിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് 1 രൂപ ഞാൻ അവർക്ക് കൊടുക്കില്ല. ഇതെന്റെ വാശിയാ. എങ്കിൽ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞേക്ക്. നീ പോയി നേടിക്കൊണ്ടു വരുന്നതിൽ 1 രൂപ പോലും ഈ വീട്ടിൽ കയറ്റാനോ എന്റെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെയും വാശിയാണെന്ന് കൂട്ടിക്കോ. റോയ്ച്ചായൻ ആദ്യമായാണ് എന്നോട് ഇത്ര ദേഷ്യത്തോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അത്രയ്ക്ക് മാനസിക സമ്മർദ്ദമുണ്ടായിരിക്കാം. പക്ഷെ പിന്തിരിയാൻ ആവശ്യപ്പെടരുത് ചായ. ഇതിലെനിക്ക് ജയിച്ചേ തീരൂ. എനിക്ക് വേണ്ടിയല്ല, എന്റെ മക്കൾക്കും വേണ്ടിയല്ല, മഠങ്ങളിലും ആശ്രമങ്ങളിലും വളരുന്ന എന്റെ അനിയത്തിമാർക്ക് വേണ്ടി. അവരിൽ ഒരാളെയെങ്കിലും എനിക്ക് പഠിപ്പിക്കണം. ഒരാളെയെങ്കിലും വിവാഹം കഴിപ്പിച്ചയക്കണം. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകാതെ പോകുന്ന വേദനകൾ തിരിച്ചറിയാൻ ആത്മാക്കൾക്ക് കഴിയുമെങ്കിൽ അവന്റെ ആത്മാവ് എന്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ എന്റെ മുന്നിൽ വാശികളോ തെറ്റുകളോ ഇല്ല, ശരികൾ മാത്രം. ഒരുപക്ഷെ എനിക്ക് മാത്രം മനസ്സിലാകുന്ന ചില ശരികൾ. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾ വായിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.